ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോം യൂട്യൂബിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യമാണ്. കാരണം ടെക്നോളജി വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര എക്സാമുകൾ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കൃത്യമായി എക്സാംസ് നടത്തും. ആ 2 ആഴ്ച ഏത് ടോപ്പിക്കാണ് പഠിപ്പിച്ചത് നമ്മുടെ 3 സബ്ജക്റ്റിൽ അതിന്റെ എക്സാംസ് നമ്മളിങ്ങനെ കണ്ടക്ട് ചെയ്യും. ബൈ വീക്ക്ലി എക്സാംസ് എന്ന് പറഞ്ഞത് 2 ആഴ്ച കൂടുമ്പോൾ എക്സാംസ്. അത് ഇതുപോലെ തന്നെ ലൈവ് എക്സാംസ് ആയിരിക്കും നമ്മൾ നടത്തുന്നത്. ബോർഡിന്റെ പാറ്റേണിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുകയും അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ അറേഞ്ച് ചെയ്യുകയും അതിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പൊ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ്, അസേഷൻ റീസണിങ് ഇങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടുവരും. ഓരോ ചാപ്റ്റർ ഒരു തവണയും കുട്ടികൾ ഈ രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ചില കുട്ടികൾ അതിനകത്ത് എങ്ങനെയെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തി ആൻസർ, കാരണം എക്സാമിന് ശേഷം നമ്മൾ അതിനൊരു ഫോളോ അപ്പ് ഉണ്ട്, ക്ലാസ്സിൽ അതിന്റെ അനാലിസിസ് ഉണ്ട്, കിട്ടാത്ത കുട്ടികൾ എന്താ പറ്റിയെന്ന് നമ്മൾ പാരന്റ്സിനെ വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട്. പിന്നെ റീടെസ്റ്റ് നടത്തും ചിലവര്. അപ്പൊ കുട്ടികൾ എങ്ങനെയെങ്കിലും ചിലപ്പോൾ മാർക്ക് വാങ്ങിക്കാനുള്ള പല വഴിയുണ്ട്. ഓരോരുത്തർക്കും ഒരു സ്കോർ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എത്താനുള്ള ശ്രമം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും മാൽ പ്രാക്ടീസിനുള്ള സാധ്യതയും വീട്ടിൽ നിന്നാണല്ലോ എഴുതണേ. എങ്ങനെയെങ്കിലും ടെക്നോളജി അങ്ങോട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മളെക്കാൾ കവർ ചെയ്ത ഐഡിയ പുതിയ ജനറേഷനിൽ ഉണ്ടാവും. അപ്പൊ അവരെങ്ങനെയെങ്കിലും അതിനകത്ത് പരിപാടി നടത്തും. രസകരമായ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ലാസ്റ്റ് ഇന്നലത്തെ എക്സാമിന് വെച്ചൊക്കെയാണ്. ക്യാമറ വെക്കുന്നു, ലൈവായിട്ട് എക്സാം പേപ്പർ എടുക്കുന്നു, ടേബിൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നു, അതിന് നമ്മൾ ഇൻവിജിലേറ്റർ വെച്ചൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് എന്നിട്ട് കുട്ടികളുടെ പേപ്പറിൽ പാരന്റ് സൈൻ ഇടണം, പാരന്റ് തൊട്ട് അടുത്തുണ്ടാവണം. നമ്മുടെ ഇൻവിജിലേറ്റേഴ്സും ടെക്നോളജിക്കലി കുറച്ച് ഐഡിയ ഉള്ളവരായിരിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ ആണ് നമ്മുടെ ഒക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഒരാളിങ്ങനെ ഒരു പയ്യനിങ്ങനെ ഒരു ആൺകുട്ടിയാണ് എഴുതുന്നതിന്റെ കൂടെ തന്നെ അങ്ങനെ നോക്കി എഴുതുന്നുണ്ട്. പിന്നെ വായിക്കും പോലെ തോന്നുന്നു ഇങ്ങനെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ സാധാരണ നമ്മളിങ്ങനെ നോക്കി വെച്ചാൽ ഉറക്കെ ലിപ് മൂവ്മെന്റ് അതിന്റെ ആവശ്യമില്ലല്ലോ ക്വസ്റ്റ്യൻ വായിക്കാൻ. അപ്പൊ അങ്ങനെ ഡൗട്ട് തോന്നി നമ്മൾ പാരന്റ് വിളിച്ചത്, പാരന്റ് ഇല്ലില്ല അവൻ ക്വസ്റ്റ്യൻ വായിക്കണേയാന്ന് പറഞ്ഞു. ശരിക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാര്യം മനസ്സിലായി നമ്മുടെ ഇൻവിജിലേറ്റേഴ്സ്. ആള് ഈ ഹേ ഗൂഗിളിൽ നിന്ന് വിളിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ ജെമിനി ഉണ്ടല്ലോ, ഏത് ക്വസ്റ്റ്യനും ഉറക്കം വായിച്ചാൽ മതി. ഇത് പാരന്റിന് അറിയില്ല. പാരന്റ് അപ്പൊ മൊബൈലാണ്, അപ്പൊ ലാപ്പ് ആയിക്കോട്ടെ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുമ്പോൾ തന്നെ ആൻസർ അതിനകത്ത് വരും. അത് കഴിഞ്ഞ് വെക്കും, അടുത്ത ക്വസ്റ്റ്യൻ ഉറക്കം വായിക്കും, ആൻസർ വരും, നല്ല മാർക്കും കിട്ടും. അപ്പൊ നമ്മുടെ അനാലിസിസ് എല്ലാം തെറ്റിപ്പോവും. ഈ കുട്ടിക്ക് നല്ല മാർക്കുണ്ട് നമ്മൾ വിചാരിക്കും. പാരന്റ് ഇതിനെ കുറിച്ച് ബോധമില്ല. അതാണ് ടെക്നോളജി വളർന്ന കുട്ടികളുടെ ഉപയോഗം പറയുന്നത്. ഇത് പിന്നെ അത് നമ്മുടെ രസകരമായി അത് പിന്നെ അത് അങ്ങനെ പറ്റില്ല എന്നൊക്കെ വാൺ ചെയ്തിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ധാരാളം പരിപാടികൾ ഓൺലൈനിൽ എക്സാം നടത്തുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജി വളർന്നു കഴിയുമ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.